Videoline News Update. Brought to you by Joy Alucas, world's favorite jeweler. London നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. അനധികൃത കുടിയേറ്റത്തിനിടെ വീണ്ടും അപകടം. ഒരു കുട്ടിയടക്കം 4 പേർ കൊല്ലപ്പെട്ടു. UK-യിലേക്ക് അനധികൃത കുടിയേറ്റം നടത്തുവാനുള്ള ശ്രമത്തിനിടെ 4 പേർ മരിച്ചതായുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. മരിച്ചവരിൽ 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയുമുണ്ട്. ഇംഗ്ലീഷ് ചാനൽ വഴി കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ ബോട്ടിന്റെ എഞ്ചിൻ തകരാറിലായതാണ് ദുരന്തത്തിന് കാരണമായെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. അനധികൃത കുടിയേറ്റത്തിന് ഒത്താശ ചെയ്യുന്ന കുറ്റവാളികളുടെ കയ്യിൽ ഈ ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ രക്തക്കറയുണ്ടെന്ന് ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി ബ്രൂണോ റീറ്റെയിലോ പറഞ്ഞു. അമിതമായ ആളുകളെ കുത്തിനിറച്ചത് മൂലമാണ് അപകടം നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 90 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. കാലുകൾക്ക് പൊള്ളയേറ്റ നിലയിലുണ്ടായിരുന്ന ഒരാളെ റെസ്ക്യൂ ടീം എയർലിഫ്റ്റ് ചെയ്തതായി ഫ്രഞ്ച് അധികൃതർ പറഞ്ഞു. രക്ഷാദൌത്യത്തിനായി എത്തിയപ്പോൾ ബോട്ടിലുണ്ടായിരുന്ന പലരും അബോധാവസ്ഥയിലായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് ചവിട്ടേറ്റാണ് പല മരണങ്ങളും ഉണ്ടായിരിക്കുന്നത്. ഫ്രഞ്ച് തീരസേനയുടെ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത്. NHS വഴി സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്യുവാൻ അർഹരായി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ. പുതിയ മാറ്റം ട്രാൻസ്പ്ലാന്റുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് NHS വഴി സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്യുവാൻ അർഹരായി ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ. ട്രാൻസ്പ്ലാന്റുകളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ചാണ് യോഗ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മുമ്പ് ചില വംശീയ പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാത്രമേ ദാതാക്കളുടെ യൂറോപ്യൻ വംശജരായ വെള്ളവർഗ്ഗക്കാരായ സ്ത്രീകൾക്കും രജിസ്റ്റർ ചെയ്യാം. നിലവിൽ NHS-ൽ സ്റ്റെം സെൽ ദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഏകദേശം 4 ലക്ഷത്തിൽ പരം പേരുണ്ട്. എന്നാൽ ഇവരിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും പ്രായമായി വരികയാണ്. 61 വയസ്സ് വരെ മാത്രമാണ് ഇവർക്ക് സ്റ്റെം സെല്ലുകൾ ദാനം ചെയ്യുവാൻ പറ്റുകയുള്ളൂ. ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റുവാൻ പ്രതിവർഷം 30,000 പുതിയ ദാതാക്കളെ റിക്രൂട്ട് ചെയ്യുവാനാണ് NHS ലക്ഷ്യമിടുന്നത്. ചില തരത്തിലുള്ള രക്താർബുദം പോലുള്ള രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ആവശ്യമാണ്. NHS-BT-യിലെ ഉദ്യോഗസ്ഥർ പ്രതിവർഷം 30,000 പുതിയ UK സ്റ്റെം സെൽ ദാതാക്കളെ കണ്ടുപിടിക്കുവാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. സ്റ്റെം സെല്ലിന്റെ ആരോഗ്യകരമായ ട്രാൻസ്പ്ലാന്റിന് ഡോണർമാരുടെ പ്രായം പ്രധാന ഘടകമാണെന്ന് ഗവേഷകർ കാണിക്കുന്നു. ഏകദേശം 72% സ്റ്റെം സെല്ലുകളും നൽകിയത് 40 വയസ്സിന് താഴെയുള്ള ദാതാക്കളാണ്. എന്നാൽ രജിസ്റ്റർ ചെയ്ത 4 ലക്ഷം ദാതാക്കളിൽ 35% പേർ മാത്രമാണ് നിലവിൽ ഈ പ്രായപരിധിയിലുള്ളത്. ഇംഗ്ലണ്ടിൽ മദ്യവില കൂടിയേക്കും. നിർദ്ദേശം അമിതമായ ഉപയോഗം മൂലം മരണനിരക്ക് ഉയർന്ന സാഹചര്യത്തിൽ. UK-യിൽ മദ്യപാനം വളരെ ഗുരുതരമായ പൊതുജനാരോഗ്യ പ്രശ്നമാണ്. 2022 മാത്രം 1,48,000 മരണങ്ങളാണ് മദ്യത്തിന്റെ അമിതമായ ഉപയോഗം മൂലം ഉണ്ടായതായി കണക്കുകൾ കാണിക്കുന്നത്. UK-യിൽ സ്കോട്ട്ലൻഡിലും അയർലൻഡിലുമാണ് മദ്യപാനം മൂലം കൂടുതൽ മരണങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രശ്നങ്ങളിൽ മദ്യപാനം മൂലമുള്ള മരണനിരക്ക് 3 ഇരട്ടി കൂടുതലാണെന്ന് കണക്കുകൾ കാണിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. മധ്യപ്രദേശിൽ 1,814 കോടി രൂപ വിലമതിക്കുന്ന ലഹരി വസ്തുക്കൾ പിടികൂടി. 2 പേർ കസ്റ്റഡിയിൽ. ഭോപ്പാലിനടുത്തുള്ള ഫാക്ടറിയിൽ നിന്ന് 1,814 കോടി രൂപ വിലമതിക്കുന്ന ലഹരി മരുന്നുകളും അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തതായി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘാവി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഗുജറാത്ത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും ഡൽഹിയിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തിയതെന്ന് ഹർഷ് സംഘാവി എക്സിൽ കുറിച്ചു. ഗുജറാത്ത് ATS-നും NCB ഡൽഹിക്കും ലഹരിമരുന്നിനെതിരായ പോരാട്ടത്തിലെ വൻ വിജയത്തിന് അഭിനന്ദനങ്ങൾ. ഭോപ്പാലിലെ ഒരു ഫാക്ടറിയിൽ റെയ്ഡ് നടത്തി ലഹരിമരുന്ന് നിർമ്മിക്കുവാൻ ഉപയോഗിച്ച വസ്തുക്കൾ പിടിച്ചെടുത്തു. ഇതിന്റെ മൊത്തം മൂല്യം 1,814 കോടി രൂപയാണ്. ലഹരിമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിൽ നമ്മുടെ നിയമനിർവഹണ ഏജൻസികൾ അശ്രാന്ത പരിശ്രമമാണ് നടത്തുന്നത്. നമ്മുടെ സമൂഹത്തിന്റെ ആരോഗ്യവും സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ അവരുടെ സഹകരണ ശ്രമങ്ങൾ നിർണായകമാണെന്നും ഹർഷ് സംഘാവി എക്സിൽ കുറിച്ചു. സോണിയാഗാന്ധിയുടെ ആത്മകഥ ഉടൻ. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ആത്മകഥ വൈകാതെ പുറത്തു വന്നേക്കും. ഏറെ നാളായി സോണിയ ആത്മകഥ എഴുത്തിന്റെ പണിപ്പുരയിലായിരുന്നുവെന്നാണ് വിവരം. സോണിയയിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ലെങ്കിലും പുസ്തകത്തിന്റെ ആഗോള പ്രസാദാവകാശം ഹാർപ്പർ കോളിൻസിന് നൽകി. സോണിയയുടെ ജീവിതം അടിസ്ഥാനമാക്കി ഒട്ടേറെ ജീവചരിത്രങ്ങളുണ്ടെങ്കിലും ഇതുവരെ ആത്മകഥ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അകാലത്തിൽ പൊലിഞ്ഞ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയോ ആത്മകഥ എഴുതിയിരുന്നില്ല. ശബരിമലയിൽ 10% പേരെ നേരിട്ട് കടത്തിവിടണം. തിരുപ്പതി മോഡൽ പ്രായോഗികമല്ലെന്ന് കെ സുരേന്ദ്രൻ. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് പൂർണ്ണമായും ഓൺലൈൻ ആക്കുന്നതിന് പകരം 10% പേരെ നേരിട്ട് കടത്തിവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുവാൻ പല കാരണങ്ങൾ കൊണ്ടും കഴിയാത്ത ഭക്തരെ ക്യൂ വഴി പ്രവേശിപ്പിക്കണം. പരിചയസമ്പന്നരും മിടുക്കരുമായ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രൗഡ് മാനേജ്മെന്റിനായി നിയോഗിക്കുകയാണ് വേണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പോലീസിന്റെ പിടിപ്പുകേടും കെടുകാര്യസ്ഥിതിയുമാണ് പലപ്പോഴും ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ശബരിമലയിൽ തിരുപ്പതി മോഡൽ സജ്ജീകരണങ്ങൾ പ്രായോഗികമായിരിക്കില്ല. തിരുപ്പതിയിൽ വർഷം മുഴുവൻ ഭക്തർ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ശബരിമലയിൽ പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ദർശനമുള്ളത്. പ്രിയങ്കയെ കാത്ത് വയനാട്. പ്രചാരണം ഏറ്റെടുത്ത് ഹൈക്കമാൻഡ്. പ്രമുഖനെ ഇറക്കുവാൻ BJP. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടുന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ UDF-ന് വയനാട് ഉപതെരഞ്ഞെടുപ്പിനുള്ളൂ.
തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തനം തുടങ്ങി. ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ എംപിമാരെയാണ് നിയോഗിച്ചത്. പൂർണ്ണമായും കേന്ദ്ര നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും വയനാട്ടിൽ കോൺഗ്രസ് പ്രചാരണം നടത്തുകയെന്നത് ഇതോടെ വ്യക്തമായി. വയനാട് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്ന പടലപ്പിണക്കങ്ങളും അസ്വാരസ്യങ്ങളും തൽക്കാലം ഗൗനിക്കാതെ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഇനി കായിക വാർത്തകൾ. IPL-ൽ മുംബൈ ഇന്ത്യൻസ് നായകനായിരുന്ന രോഹിത് ശർമ്മ അടുത്ത സീസണിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളിൽ പ്രതികരണവുമായി മുൻ RCB താരം AB ഡിവിലിയേഴ്സ്. ഈ റിപ്പോർട്ട് കണ്ട് ചിരിച്ചുപോയെന്നാണ് ഡിവിലിയേഴ്സ് പ്രതികരിച്ചത്. രോഹിത് RCB-യിൽ എത്തിയാൽ ഹാർദിക് പാണ്ഡ്യ മുംബൈയിൽ തിരിച്ചെത്തിയതിനേക്കാൾ വലിയ സംഭവമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വായിച്ച് ഞാൻ ചിരിച്ചുപോയി. മുംബൈ ഇന്ത്യ വിട്ട രോഹിത് ശർമ്മ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലേക്ക് വന്നാൽ അത് വലിയ സംഭവമായിരിക്കുമല്ലോ. അത് സംഭവിച്ചാൽ വാർത്തകളുടെ തലക്കെട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് തിരിച്ചെത്തിയതിനേക്കാൾ വലിയ സംഭവമാകുന്നത്. ഹാർദിക് ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചെത്തിയത് പക്ഷേ വലിയ സർപ്രൈസ് ആയിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 110.26 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.